ഗുഡ് മോർണിംഗ് ഫ്രം പോണ്ടിച്ചേരി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. 7 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ ഒരാൾ എണീക്കുന്നേ ഉള്ളൂ കേട്ടോ. പച്ച പോണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ചു. അപ്പോൾ കുഞ്ചുവും സരണം കൂടെ അവനെ ഒന്ന് റെഡിയാക്കിയിട്ട് വരും. അപ്പോൾ വേഗം പോയിട്ട് എന്തൊക്കെയാണ് ബൊഫേയിലുള്ളത് നോക്കട്ടെ. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥലത്ത് എത്തി നമ്മൾ. ജീര വാട്ടർ ഉണ്ട്, ഷുഗർ, കോഫി ടീ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ചോക്കോസ് ഉണ്ട് കഴിക്കാൻ, കോൾഡ് മിൽക്ക് ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. ബനാന, വാട്ടർമെലൺ ഉണ്ട്, പപ്പായ ഉണ്ട്, കസാട്ട മിൽക്ക് ഷേക്ക് ഉണ്ട്, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. ഇതാണ് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പ്രെഡ്. ബ്രെഡ്സ് ഉണ്ട്, ബ്രൗൺ ബ്രെഡ്, വൈറ്റ് ബ്രെഡ് ഉണ്ട്, ജാം ഉണ്ട്, ബട്ടർ ഉണ്ട്, ക്രോയിസൻസ് ഉണ്ട്, പിന്നെ മഫിൻസ്, ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വെജിറ്റബിൾ ബോണ്ട. പിന്നെ ലയനൈസ് പൊട്ടാറ്റോ കൊണ്ടുള്ള എന്തോ ആണ് കേട്ടോ. പൊട്ടാറ്റോ ഉണ്ട്. പിന്നെ ലെമൺ സേവ, നമ്മുടെ സേവ, ലെമൺ റൈസ് പോലെ നമ്മുടെ ലെമൺ സേവ. പിന്നെ പൊങ്കലുണ്ട് കേട്ടോ, ഗീ പൊങ്കൽ. പിന്നെ ബട്ടൂരൊക്കെ കഴിഞ്ഞല്ലോ. ചനാ മസാല ഉണ്ട്. പിന്നെ സാമ്പാർ, ചട്നി, പീനട്ട് ചട്നി ആട്ടോ. പീനട്ട് ചട്നി, കോക്കനട്ട് ചട്നി. പിന്നെ കുറേ പൊടികളുണ്ട്. അല്ല, ഒരു പൊടി. പിന്നെ എണ്ണ, പൊടിയിൽ ഒഴിക്കാനുള്ള എണ്ണ. പിന്നെ ഇത് സോസ്, ഗീ ഉണ്ട്. പാൻ കേക്ക്സ് ഉണ്ട് കേട്ടോ. ഇത് ഡേറ്റ്സ് പാൻ കേക്കാണ്. പിന്നെ ബോയിൽഡ് എഗ്ഗ് വേണമെങ്കിൽ ബോയിൽഡ് എഗ്ഗും ഉണ്ട്. അടിപൊളിയില്ല. അപ്പോൾ കുറച്ച് ഫുഡ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കാം. ഇതെന്താ ഇതിനാ കോൺഫ്ലെക്സ് കേട്ടോ. വേറൊന്നും എടുത്തില്ല. നെക്സ്റ്റ് നമ്മുടെ ഓംലെറ്റ് വന്നിട്ടുണ്ട്. മസാല ദോശ, പീനട്ട് ചട്നി, കോക്കനട്ട് ചട്നി. ഒരു കോഫി കൂടെ എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇനി ഉച്ച വരെ ഇനി കുറേ നേരത്തിന് വയ്യ. ഫുഡ് കഴിക്കാൻ വയ്യ. കഴിച്ച് മതി. ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കളിയാക്കണേ? എന്ത് കേക്കല്ലേ? ഞങ്ങൾ ലോഗ് ഔട്ട് ചെയ്തു. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. ചെക്കൗട്ട് ചെയ്തു, നമ്മൾ ഇറങ്ങുക കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഹോട്ടൽ കാണിച്ച് തന്നോ ഇല്ലയോ എന്നൊരു ഡൗട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, ലേ റോയൽ പാർക്ക്. നമ്മൾ 5th ഫ്ലോറിലായിരുന്നു. ഞങ്ങൾ ഓറോവിൽ എത്തി ഗൈസ്. ഓറോവിൽ എത്തി. ഉള്ളിൽ
ഒരു ഗോൾഡൻ കളർ ഗ്ലോബ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഗ്ലോബ് ലൈക്ക് സ്ട്രക്ചർ കേട്ടോ. ഈ ഓറോവിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ജാതി ഇല്ല, മതമില്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം. സോഷ്യൽ സർവീസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ വേണം ഇവിടെ താമസിക്കാൻ. കുഞ്ചു കാറിൽ കിടന്ന് അങ്ങനെയാണ് പറയും. നമ്മൾ താമസിച്ച ഹോട്ടലിലെ റോയൽ പാർക്കിൽ നിന്ന് ഒരു 12 കിലോമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ ഓറോവില്ലിലേക്ക്. നൈസ് പ്ലേസാണ്, ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. കുഞ്ചു കിറങ്ങി അടിച്ച് ഈ ഓറോവില്ലയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് മദർ എന്നിവർ സംബോധന ചെയ്യുന്ന മിറ അൽഫാസയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, നല്ല സ്പേസ് കേട്ടോ. ഇവിടെ വാഷ്റൂംസ് ഒക്കെ ഉണ്ട്. വാ, കഫറ്റേരിയ ഒക്കെ ഉണ്ട്, എല്ലാ ഫുഡും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ചെറിയൊരു കുഞ്ഞി കഫേ ഒക്കെ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഹോം മെയ്ഡ് പേസ്ട്രീസ്, അങ്ങനെ ക്ലോത്ത്സും അവൈലബിൾ ആണ് ഇവിടെ കേട്ടോ. പാസ് എടുക്കണം കേട്ടോ, ഫ്രീ പാസ്സാണ്. ഫ്രീ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ദൈവമേ, 1.5 കിലോമീറ്റർ നടക്കണം, 30 minutes വാക്ക്. നടക്ക് വൈൽഡ് ലൈഫ് ആർട്ട് ഗാലറി 30 രൂപ. നല്ല അടിപൊളി സ്ഥലം കണ്ടു. നല്ല തണലുണ്ട്. നടന്ന് 30 മിനിറ്റ് നടത്തത്തിന് ശേഷം നമ്മൾ ഓറോവിൽ കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇത് ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഓറോവിൽ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഹാള് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്കൊക്കെ ചെയ്യണം. അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ എന്തോ വലിയ പണി നടക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഫുൾ ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വെള്ളം കണ്ടത് ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ. ഈ ചുറ്റിനും അവരിങ്ങനെ കുഴിച്ച് പോയിട്ടില്ലേ, അത് മൊത്തം ആർട്ടിഫിഷ്യൽ ലേക്ക് ആക്കാനുള്ള പരിപാടിയാണ്. ഓറോവില്ലേ കണ്ടു കഴിഞ്ഞ് ക്ഷീണിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങളിത് ബൂമറാങ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക കേട്ടോ. ഇതാണ് കേട്ടോ കിച്ചൺ. ബൂമറാങ്ങിൽ എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം. ബൂമറാങ് മുകളിൽ പബ്ബാണ്, ഇവിടെയാണ് ഫുഡ്. നമ്മൾ ടൈം കഴിഞ്ഞു പോയ സ്ഥിതിക്ക് വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ മീൽസ് റെഡി. മീൽസ് ഞാൻ പറഞ്ഞത് പ്രോൺസ് മീൽസാണ്. പ്രോൺസിൻ്റെ ഫ്രൈ ഉണ്ട്, കറി ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, അച്ചാറുണ്ട്, രസം, തൈര്, പപ്പടം. ഏട്ടൻ നോർമൽ ഫിഷ് മീൽസാണ് പറഞ്ഞത്. അതിൽ എന്താ അപ്പാരയോ എന്താ ഫിഷിൻ്റെ പേര്, എന്തൊരു ഫിഷിൻ്റെ പേര് പറഞ്ഞു. ആ കറി പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. ആ സെയിം ഫിഷിൻ്റെ ഫ്രൈയും, രസം, പപ്പടം, ചോറ്. ഇനി ഏട്ടൻ്റെ മീൻകറി.
കുഞ്ചു എന്തത്? കുഞ്ചു എരിഞ്ഞിട്ട് ചാടും. ക്രാബ് മസാല. അങ്ങനെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രൊമനേഡ് ബീച്ചിലേക്ക് വന്നിരിക്കുക കേട്ടോ. എന്താ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായ വഴിയില് റോട്ടിലിരിക്കുന്ന നല്ല ചായ. നമ്മൾ എത്തിയിരിക്കുന്ന ഭാരതി പാർക്കിലാണ് കേട്ടോ. സമയം ഓൾറെഡി 5 മണിയായി. ഭാരതി പാർക്ക് ഇതാണ് ഭാരതി പാർക്ക്. ജസ്റ്റ് ഗാർഡൻ മാത്രമാണ് തോന്നുന്നു കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗാർഡൻ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സോൺ ഉണ്ട്. ഇത് പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഒരു വൃത്തികേട് പോലും ഇല്ലാതെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഭാരതി പാർക്ക് കണ്ടതിന് ശേഷം കോറമണ്ടൽ കഫേയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കേക്ക്സും പേസ്ട്രീസും അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഏത് കേക്ക്? അമേരിക്കൻ ബേൺഡ് കേക്ക് കഴിച്ചു. അലിഞ്ഞു പോയി അത്രയ്ക്ക് നന്നായി കേട്ടോ, അടിപൊളി. പിന്നെ ഇതെന്ത് തിരാമസു ആ സംഭവം. കോഫിയുടെ ടേസ്റ്റാണ്. കോഫിയുടെ ടേസ്റ്റ് വരും, കുഴപ്പമില്ല. എനിക്ക് ക്രീം, അതിൻ്റെ ഇടയിലുള്ള ക്രീം നന്നായിട്ടുണ്ട്. സ്വീറ്റ്നെസ് കുറവാണ്, അധികം സ്വീറ്റ് അല്ല, പക്ഷെ കോഫിയുടെ കയ്പ്പ് വരുന്നു. ഇനി നമ്മൾ ചീസ് കേക്ക് തരാം കേട്ടോ. അതിൽ ഒന്നേ ഉള്ളൂ. കുഞ്ചുവിന് തിരാമസുമാണ് ഇഷ്ടപ്പെട്ടത്. എന്താ ഇതിന്റെ പേര്? ആ സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് പക്ഷെ ചീസ് കേക്കാണ് ഇഷ്ടപ്പെട്ടത്. കുഞ്ചുവിന് കോഫിയുടെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. നേട്ടിന് ഏത് ടേസ്റ്റാന്ന് ചോദിക്കാം. നന്നായി ഇത് കോഫി ഇഷ്ടപ്പെട്ട് കണ്ട. അച്ഛനും മോനും കോഫിയാണ് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ച് നമ്മൾ ഇനി നേരെ പോണ്ടിച്ചേരിയോടെ ബൈ ബൈ പറഞ്ഞ് നേരെ പോകുന്ന മെടവാക്കത്തേക്കാണ്. കേക്ക് കഴിച്ചിട്ട് ആകെ മത്ത് പിടിച്ച പോലെ. പോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഇതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ വീഡിയോയിൽ എന്തൊക്കെയാണ് കുറവ്, കുറ്റം, നല്ലത് എല്ലാം മെൻഷൻ ചെയ്യണം. ഓക്കെ, ബൈ. കുഞ്ചു ബൈ.